അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു. ഇന്ന് മെയ് 12 ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ ആദരിക്കുന്ന അന്താരാഷ്ട്ര നഴ്സസ് ദിനം. വിളക്കേന്തിയ വനിത എന്ന് ലോകം വിളിച്ച ആധുനിക ആതുര ശുശ്രൂഷയുടെ ഉപജ്ഞാതാവായ ഫ്ലോറൻസ് നൈറ്റിംഗലിന്റെ ജന്മദിനമാണ് നാം ഈ ദിനമായി ആഘോഷിക്കുന്നത്. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ നട്ടെല്ലായി നിന്ന് കരുത്തിന്റെയും കരുതലിന്റെയും അചഞ്ചലമായ ആത്മസമർപ്പണത്തിന്റെയും പര്യായമായ നഴ്സുമാർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് മെയ് 12 നഴ്സസ് ദിനമായി ആചരിക്കുന്നു. 1820 മെയ് 12 ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് നൈറ്റിംഗലിന്റെ ജനനം. ക്രിമിയൻ യുദ്ധകാലത്ത് ആരോഗ്യ പരിചരണ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴികാട്ടിയായ ഫ്ലോറൻസ് നൈറ്റിംഗലാണ് നഴ്സിംഗ് എന്ന പ്രൊഫഷന് അടിത്തറ പാകിയത്. നൈറ്റിംഗൽ ഉയർത്തിപ്പിടിച്ച വിളക്ക് ഭൂതകാലത്തിന്റെ പ്രതീകം മാത്രമല്ല, വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കും വഹിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തലുമാണ്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ പ്രമേയം. കേവലം ഒരു മുദ്രാവാക്യത്തിനപ്പുറം ആരോഗ്യരംഗത്ത് നഴ്സുമാർക്ക് നൽകേണ്ട പ്രാധാന്യത്തെയും അധികാരത്തെയും കുറിച്ച് ഈ പ്രമേയം വ്യക്തമാക്കുന്നു. നഴ്സുമാരെ ശാക്തീകരിക്കുക എന്നാൽ അവർക്ക് കൃത്യമായ പരിശീലനം, സുരക്ഷിതവും നീതിയുക്തവുമായ തൊഴിൽ സാഹചര്യം, അർഹമായ വേതനം, തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം എന്നിവ ഉറപ്പാക്കുക എന്നതാണ്. കൃത്യമായ വിഭവങ്ങളും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളിത്തവും ലഭിക്കുമ്പോൾ മാത്രമേ അവർക്ക് തങ്ങളുടെ സേവനം പൂർണ്ണതയിലെത്തിക്കുവാൻ സാധിക്കൂ. ശാക്തീകരിക്കപ്പെട്ട ഒരു നഴ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടെയും കൃത്യതയോടെയും രോഗീപരിചരണം നടത്തുവാൻ സാധിക്കും. ആശുപത്രിയിൽ 24 മണിക്കൂറും രോഗികൾക്കൊപ്പം ചെലവഴിക്കുന്നത് നഴ്സുമാരാണ്. രോഗിയുടെ അവസ്ഥയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ആദ്യം തിരിച്ചറിയുന്നതും ഡോക്ടർമാർക്കും കുടുംബത്തിനും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നതും നഴ്സുമാരാണ്. അതുകൊണ്ട് നഴ്സുമാരുടെ ശാക്തീകരണം രോഗികളുടെ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്ക് നാം നീങ്ങുമ്പോൾ നഴ്സുമാരെ ശാക്തീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ്. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാവലാലായ നഴ്സുമാർ ശരിയായ ഉപകരണങ്ങൾ, വിദ്യാഭ്യാസം, പിന്തുണ എന്നിവയാൽ സജ്ജരാകുമ്പോൾ പൊതുജനാരോഗ്യത്തിൽ പ്രകടമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഒരു ആശുപത്രിയിൽ രോഗിയെത്തുമ്പോൾ ആദ്യം കാണുന്നതും ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും കൂടെ നിൽക്കുന്നതും നഴ്സുമാരാണ്. കഠിനമായ ജോലിഭാരവും വ്യക്തിപരമായ വിഷമങ്ങളും മാറ്റിവെച്ച് ചിരിക്കുന്ന മുഖത്തോടെ രോഗികളെ ശുശ്രൂഷിക്കുന്നവരാണ് നഴ്സുമാർ. നഴ്സുമാരുടെ കരുത്ത് കോവിഡ് സമയത്ത് നാം കണ്ടതാണ്. സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും കുടുംബത്തെ മാറ്റിവെച്ചും അവർ നടത്തിയ പോരാട്ടം ലോകം അനുഭവിച്ചറിഞ്ഞതാണ്. ജീവിതത്തിൽ ഏറ്റവും ദുഷ്കരമായ ചില നിമിഷങ്ങളിൽ രോഗികളെ സുഖപ്പെടുത്തുന്നതിലും അവരുടെ കൂടെ നിൽക്കുന്നതിലും നഴ്സുമാർ വഹിക്കുന്ന പങ്ക് വിലമതിക്കാനാവാത്തതാണ്. ഒരു ജോലി എന്നതിലുപരി അത്യന്തം വേദനിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന, സൗഖ്യം പകരുന്ന, കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും പുണ്യപാത തെരഞ്ഞെടുത്തവരാണ് നഴ്സുമാർ. നഴ്സിംഗ് എന്നത് വെറുമൊരു തൊഴിലല്ല, അതൊരു നിയോഗമാണ്. സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ഒരു നഴ്സ് രോഗിക്ക് നൽകുന്ന സ്പർശനത്തിനും ആശ്വാസവാക്കുകൾക്കും പകരമാവാൻ മറ്റൊരു യന്ത്രത്തിനും കഴിയില്ല. ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഈ സേവനമാണ് നഴ്സിംഗിനെ മഹത്തരമാക്കുന്നത്. രോഗികളുടെ പ്രാഥമിക പരിചാരകരായാണ് നഴ്സുമാർ അവരുടെ സേവനങ്ങൾ നടത്തുന്നത്. അവർ കാണിക്കുന്ന ദയയും സഹാനുഭൂതിയും പലപ്പോഴും രോഗികളുടെ ക്ഷേമത്തിന് കാരണമാകുന്നു. എല്ലാ ദിവസവും നഴ്സുമാർ ആശുപത്രിയിലേക്കും ക്ലിനിക്കുകളിലേക്കും കടന്നു ചെല്ലുന്നത് കാരുണ്യം നിറഞ്ഞ ഹൃദയത്തോടെയും ഉറച്ച കൈകളോടെയുമാണ്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും വാർത്തകളിൽ ഇടം നേടാറില്ല. പരിചരണം നൽകുന്നതിനും സമൂഹത്തെ സംരക്ഷിക്കുന്നതിനും ആരോഗ്യ സംവിധാനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിനും പലപ്പോഴും അവർ വലിയ സമ്മർദ്ദങ്ങൾ നേരിടുന്നു. പക്ഷേ അവരുടെ ജോലി പലപ്പോഴും പൂർണ്ണമായി അംഗീകരിക്കപ്പെടുകയോ പിന്തുണയ്ക്കപ്പെടുകയോ ചെയ്യുന്നില്ല. നഴ്സിംഗ് മേഖല ഇന്ന് വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. റോബോട്ടിക് സർജറിയും നിർമ്മിത ബുദ്ധിയും കടന്നുവന്ന ഈ കാലഘട്ടത്തിലും നഴ്സുമാരില്ലാത്ത ഒരു ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ല. രോഗീപരിചരണം, വിദ്യാഭ്യാസം, നേതൃത്വം, ഗവേഷണം തുടങ്ങി ആരോഗ്യ മേഖലകളിൽ നഴ്സുമാർ വൈവിധ്യമാർന്ന പങ്കുവഹിക്കുന്നു. ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ വികസിക്കുകയും പുതിയ വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുമ്പോൾ നഴ്സുമാരുടെ സംഭാവനകൾ മാറ്റാനാവാത്തതായി തുടരുന്നു. രോഗികളെ പരിചരിക്കുന്ന നഴ്സുമാരുടെ മാനസികാരോഗ്യം പലപ്പോഴും അവഗണിക്കപ്പെടാറുണ്ട്. ജോലിഭാരവും സമ്മർദ്ദവും കുറയ്ക്കാൻ നഴ്സുമാരെ സഹായിക്കുന്ന തൊഴിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം.
ആധുനിക കാലത്തെ സാങ്കേതിക വിദ്യകൾ ആരോഗ്യരംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനനുസരിച്ച് ഈ സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ അവരെ നാം പ്രാപ്തരാക്കേണ്ടതുണ്ട്. ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളുടെ കാതലാണ് നഴ്സുമാർ. രോഗികളോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അവർ ചികിത്സാ പ്രക്രിയയിലുടനീളം അവർക്ക് പരിചരണം, ആശ്വാസം, പിന്തുണ എന്നിവ നൽകുന്നു. എന്നിരുന്നാലും ഭൂമിയിലെ മാലാഖമാർ ഗണ്യമായ വെല്ലുവിളികൾ നേരിടുന്നു. കുറഞ്ഞ വേതനം, നീണ്ട ജോലി സമയം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, അംഗീകാരക്കുറവ്, ജോലിസ്ഥലത്തെ ആക്രമണങ്ങൾ തുടങ്ങിയവ ഈ തൊഴിലിനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നു. നഴ്സുമാരെ വൈകാരികവും മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും അവരുടെ സേവനങ്ങളെ വിലമതിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിലൂടെയും അവരുടെ പ്രശ്നങ്ങളുടെ പ്രായോഗികമായ പരിഹാരം കണ്ടെത്തുന്നതിലൂടെയും ആരോഗ്യ സംവിധാനങ്ങൾക്ക് സമൂഹത്തിൽ മെച്ചപ്പെട്ട ഫലങ്ങൾ കാഴ്ചവെക്കാനാവും. നഴ്സുമാർക്ക് അർഹമായ ബഹുമാനവും വിഭവങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതും നഴ്സിംഗ് വിദ്യാഭ്യാസം, വേതനം, ജോലി സാഹചര്യങ്ങൾ എന്നിവയിൽ നയപരമായ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ജോലിസ്ഥലത്തെ അക്രമങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും നഴ്സുമാർക്ക് സംരക്ഷണം നൽകുന്ന കർശനമായ നിയമങ്ങൾ ഉണ്ടാകണം. സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ മാത്രമേ ഒരു നഴ്സിന് തന്റെ പരിപൂർണമായ കഴിവ് പുറത്തെടുക്കുവാൻ കഴിയൂ. ആരോഗ്യരംഗം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ രോഗങ്ങളും ചികിത്സാരീതികളും വരുമ്പോൾ അതിനനുസരിച്ച് സ്വയം നവീകരിക്കാൻ നഴ്സുമാർക്ക് സാധിക്കണം. മികച്ച വിദ്യാഭ്യാസവും പരിശീലനവും മാന്യമായ വേതനവും നൽകി അവരെ ശാക്തീകരിക്കുന്നത് രോഗികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. ആരോഗ്യരംഗം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ നഴ്സിംഗ് മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആവശ്യമാണ്. കൂടുതൽ നഴ്സുമാരെ നിയമിക്കുന്നതും ആധുനിക സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകുന്നതും നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ കരുത്തുറ്റതാക്കും. ആരോഗ്യ നയങ്ങൾ രൂപീകരിക്കുന്ന തലങ്ങളിൽ നഴ്സുമാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. താഴെത്തട്ടിൽ നേരിട്ട് പ്രവർത്തിക്കുന്നവർ എന്ന നിലയിൽ നഴ്സുമാരുടെ അഭിപ്രായങ്ങൾ ആരോഗ്യരംഗത്തെ പരിഷ്കാരങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നഴ്സിംഗ് മേഖലയിൽ നിക്ഷേപിക്കുന്നത് ഒരു പാഴ്ചെലവല്ല, മറിച്ച് അതൊരു നാടിന്റെ ആരോഗ്യഭാവിയിലേക്കുള്ള നിക്ഷേപമാണ്. മികച്ച സേവനം നൽകുന്ന നഴ്സുമാർക്ക് അർഹമായ വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നത് വഴി മാത്രമേ നമുക്ക് ഈ മേഖലയിലേക്ക് കഴിവുള്ള പുതിയ തലമുറയെ ആകർഷിക്കുവാൻ കഴിയൂ. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ അക്ഷീണമായ സേവനത്തിന്റെയും പ്രതിജ്ഞാബദ്ധതയുടെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ നഴ്സസ് ദിനവും. കേവലം ഒരു ആഘോഷത്തിനപ്പുറം സുഖപ്പെടുത്തുന്ന കൈകൾക്കും നിസ്വാർത്ഥ സേവനത്തിനുമുള്ള ആദരാഞ്ജലിയാണിത്. ഒരു തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ഉത്തരവാദിത്വത്തെക്കുറിച്ചും ചിന്തിക്കാനുള്ള അവസരമാണ്. ആരോഗ്യരംഗത്ത് കയ്യൊപ്പ് പതിപ്പിച്ച ഓരോ നഴ്സുമാർക്കും സ്വയം അഭിമാനിക്കാനുള്ള ദിവസം. ജീവനെ താങ്ങി നിർത്താനായി ഓരോ നഴ്സുമാരും വഹിക്കുന്ന പങ്കിനെ ഓർമ്മപ്പെടുത്തുന്ന ദിവസം. ആരോഗ്യപ്രവർത്തകർക്കെതിരെ ആക്രമണങ്ങൾ കൂടി വരുന്ന കാലത്ത് ഓർക്കപ്പെടേണ്ടതാണ് ഓരോ നഴ്സുമാരുടെയും സംഭാവനകൾ. നഴ്സുമാർ വെറും ഒരു സഹായിയല്ല, മറിച്ച് ആരോഗ്യരംഗത്തെ അദൃശ്യമായ നട്ടെല്ലാണ്. അവരെ ആദരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടത് ഒരു സമൂഹമെന്ന നിലയിൽ നമ്മുടെ കടമയാണ്. ജനങ്ങളുടെ ജീവൻ നിലനിർത്താൻ അഹോരാത്രം പണിയെടുക്കുന്ന ഭൂമിയിലെ ഓരോ മാലാഖമാർക്കും നഴ്സസ് ദിനാശംസകൾ. അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ. ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.